പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ബാവയും അമ്മച്ചിയും ഒക്കെ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ പെസക അപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാലോന്ന് വിചാരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നാണേ. കുറേയൊക്കെ കട്ട് ചെയ്തിട്ടു. അപ്പോൾ അവർ തന്നത് വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ലിജിമോളും സുത്തേട്ടായും പിന്നെ 2 ഗസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവർക്കും കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ നമ്മള് പാലിനായിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ലെ ശർക്കര ഇട്ടിട്ട് വരട്ടി എടുത്തിട്ട് നമുക്കൊരു വേറെ വീഡിയോ കാണിച്ചു തരാം. ഇത് ബാക്കിയുണ്ട് എങ്കിൽ മാത്രം അത് നമുക്ക് തിന്നാൻ നല്ല രസമാണ്. പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ചീത്തയൊന്നും ആകത്തില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇരുന്നാ വളിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് ഉണങ്ങുമ്പോൾ ചീത്തയാവില്ല, നല്ല ഇതായിട്ട് ഇരുന്നോളും. അപ്പൊ അത് കട്ട് ചെയ്ത് ഇടാലോ എന്ന് വിചാരിച്ച് ഇരിക്കുക കേട്ടോ. പിന്നെ വേറെന്താ വാവേ? ലിതിമോളെ കുറേ ദിവസമായി വീഡിയോക്കകത്ത് കണ്ടിട്ട് കുഞ്ഞാവനൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുന്നുണ്ട്. വാവയൊക്കെ വീഡിയോ എടുക്കുമ്പോ ഞാനത് കണ്ടുകൊണ്ടേ ഇരിക്കും. അതെ, അതുപോലെ അമ്മച്ചീനെ കൊണ്ട് ആശുപത്രി പോയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നമ്മളിത് ഇങ്ങനെ കറക്റ്റായിട്ട് ഒരുപോലെ അരിഞ്ഞ് എടുത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി 2-3 ദിവസം ഉണങ്ങണം കേട്ടോ. 3 ദിവസം ഉണങ്ങണം. അപ്പൊ നല്ല വെയിലാണല്ലോ, എല്ലായിടത്തും നല്ല വെയിലല്ലേ. അപ്പൊ നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അതെ, നാളെ എനിക്ക് ഈ പുഴുങ്ങുന്നതല്ലേ, പുഴുങ്ങുന്ന അപ്പം ഉണങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ശരിക്കും ഉള്ളി ഇട്ടുണ്ടാക്കുന്നവരുണ്ട്, ഉള്ളിയും കടുകൊക്കെ പൊട്ടിക്കും, കടുക് പൊട്ടിക്കുന്നവരുണ്ട്. നമ്മൾ കറിവേപ്പിലൊക്കെ ഇടും, ഉഴുന്നും എല്ലാം കൂടെ ചേർത്ത് ആ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അതെ, ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ട് മുറുകി ഇരിക്കും കേട്ടോ. കണ്ടോ, നന്നായിട്ട് നമ്മൾ ചട്ടിയിലെ മുകളിൽ വെച്ചിട്ടൊക്കെയാണല്ലോ. അപ്പൊ അതനുസരിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇടും കേട്ടോ. അത് കളർന്ന് വെച്ചിട്ട് നമ്മള് മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല. അത് കേട്ടോ, ചിലര് മഞ്ഞപ്പൊടി ഇടും. പലരും പല രീതിയിൽ ഉണ്ടാക്കുന്ന, പല സ്ഥലങ്ങളിലും പല രീതിയിലും. ചിലര് കടയിൽ നിന്ന് റൊട്ടി മേടിക്കും എന്ന് പറയുന്നത്. നമ്മുടെ അന്നക്കുട്ടി ചേച്ചി റൊട്ടി മേടിച്ച, അന്നക്കുട്ടി ചേച്ചിയോട് ഇന്നലെ വരാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്നില്ല കേട്ടോ. അപ്പൊ ഇനി ഇറങ്ങി വരുമ്പോ കൊടുക്കണം നമുക്കപ്പം. പാവം എനിക്ക് സങ്കടം തോന്നിട്ടോ, പോയി തന്നെ ഉള്ളൂ. ഒറ്റപ്പെടുന്ന ജീവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴും. പിന്നെ അത് നമ്മൾ റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിന്റെ വലുത് ചിലത് ബണ്ണിന്റെ അകത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിനെന്താ പറയാ, ദിൽകുഷോ അങ്ങനെ എന്തോ പേര് പറയുന്നത്. അതിനകത്ത് ശർക്കര. പക്ഷെ ഇത് സാധാരണ ബണ്ണ് പോലെ അങ്ങനെ ഒരു കുരിശു മാത്രം അതിന്റെ നടുക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളങ്ങനെ മേടിച്ചിട്ടില്ല ഇന്നവരെ. പിന്നെ അന്നക്കുട്ടി ചേച്ചി തന്നെയല്ലേ ഉള്ളൂ, ചേട്ടനൊക്കെ മരിച്ചു. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല. വന്നില്ല. അപ്പൊ ഇന്ന് വരും പള്ളി കഴിഞ്ഞിട്ട് വരും. നമുക്കിപ്പോ ഒറ്റപ്പെടലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു, നമ്മളത് അനുഭവിക്കാത്തോണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ അനുഭവിച്ചിട്ടുള്ളവർക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് പാവം ചെറിയ വഴക്കിടലൊക്കെ ഉണ്ട്. അത് നമ്മുടെ അടുത്തുനിന്നല്ല, എല്ലാവരുടെ അടുത്ത്. അതെ, ക്യാരക്ടറിന്റെ. ഒരു മിനിറ്റേ, പറഞ്ഞു. ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കണതേ. അതെ, ആംബുലൻസിന്റെ സൗണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതൊക്കെ ആയിരിക്കും. പണ്ട് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ പേടി മാറിയത് എപ്പോഴാണെന്നറിയാവോ? ആംബുലൻസിന്റെ സൗണ്ട് എവിടെയും കേൾക്കുവാണെങ്കിൽ ആംബുലൻസ് പോണ വഴി വരെ ഞങ്ങൾ ഓടി ചെല്ലുമായിരുന്നു. പക്ഷെ ഞാനങ്ങനെയല്ല, എനിക്ക് ഭയങ്കര പേടിയാ. അല്ല, ഞാനേ നമ്മുടെ സ്കൂളിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയുടെ അടുത്തല്ലേ അമ്മ, എപ്പോഴും ആംബുലൻസിന്റെ സൗണ്ടാ. എപ്പോ സൗണ്ട് എപ്പോഴും സൗണ്ട് ആയതുകൊണ്ട് ഭയങ്കര ഇങ്ങനെ ചെവിക്കകത്ത് പൊത്തി പിടിച്ചിട്ടേ. പക്ഷെ ഈ പേടി മാറിയത് എപ്പോഴാണെന്നറിയാവോ? ചാച്ചായനെയും കൊണ്ട് ആശുപത്രി പോകുന്ന ലാസ്റ്റ് ചാച്ചൻ മരിക്കുന്നതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ലൂർദിലേക്ക് കൊണ്ടുപോവുക. ലൂർദിലേക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മറ്റേ കളമശ്ശേരിയിൽ നിന്ന് ലൂർദി കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആംബുലൻസിൽ, അതും സ്പീഡിൽ. അത് അന്നാണ് ഞാൻ ആംബുലൻസിൽ കയറുന്നതും അത്രയും പേടിച്ച് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നമ്മളങ്ങ് അത് ശീലമായി. ലിജിമോളെ കൊണ്ടുപോയി ലിജിമോളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും, നമ്മൾ കൊണ്ടുപോകും. അതൊക്കെ വലിയ വലിയ കഥകളാട്ടോ. അതെ, ലിജിമോൾ വരുന്ന ആള് തന്നെ ചാടി ബെഡിലേക്ക് കയറി ലിജിമോളെ പുള്ളി എടുത്തിരുത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞതേ നമ്മളല്ല ഇതും കൂടെ ഇത് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കം കേട്ടോ. കൈ ശ്രദ്ധിക്കണം.
അങ്ങനെ അറിയില്ലേ? പിന്നെ അമ്മയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നില്ല കേട്ടോ. ഇപ്പോൾ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ, റിസൾട്ട് വന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി. അത് തന്നെ 2 രീതിയിൽ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ വീടെടുക്കാനുള്ള പ്ലാനിലാണ്, എറണാകുളത്ത് എവിടെയെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എടുക്കുവാണെങ്കിൽ വേറെ ഒന്നുമല്ല, അതിൻ്റെതായ വശങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ പറയാതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റില്ല. ഓൾറെഡി അമ്മയ്ക്ക് കാലിന് തേയ്മാനം ഉണ്ട്, കാലിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇനി ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് എന്തായാലും പോയേ പറ്റുള്ളൂ. യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് സത്യം പറഞ്ഞപ്പോൾ പാവയുടെ ഒരിതും കൊണ്ടാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇനിയിപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, കാരണം തൈറോയിഡിൻ്റെ അത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം. കാലിന് ബുദ്ധിമുട്ടും നടുവേദന, അമ്മയ്ക്ക് ടോട്ടൽ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നന്നായിട്ട് ജോലി എടുത്ത്, ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് ജോലി എടുത്ത ആളാണ്. അപ്പം ഇനി എന്തായാലും അമ്മ കുറച്ച് നാളല്ലേ ഇനി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം എനിക്കും പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും ജോലിക്ക് പോകണം. ബാവയ്ക്കും എന്തെങ്കിലും, ബാവ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്രയൊരു ഇതാവില്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് നോക്കണം. കുറച്ച് കഴിയുമ്പോൾ എനിക്കും കൂടെ ജോലിക്ക് വേണം. അപ്പം ആ കുഞ്ഞിനെ നോക്കാനാണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു വീട് എടുക്കാമല്ലോ എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. കാരണം നമുക്കറിയില്ല നമ്മൾ മുമ്പോട്ടുള്ള കാര്യം. ഇപ്പോൾ ബാവയുടെ കല്യാണം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അമ്മ ഒറ്റപ്പെട്ടു പോകും. ആ ഒരവസ്ഥ നമുക്ക് ഒറ്റപ്പെട്ടു പോകുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ അവന് കല്യാണം കഴിച്ചപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് നമ്മൾ മുൻകൂട്ടി ഇപ്പൊ നമ്മളൊരു വാടക വീട് എടുത്തിട്ട് മാറാലെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ ഇവിടുത്തെ സർജനെ കണ്ടിട്ട് നോക്കണം, ഡോക്ടറെ കണ്ടിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എറണാകുളത്ത് എവിടെയെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റൽ നല്ലതാണ്, നമ്മൾ അവിടെ നിന്ന് പോയി നോക്കണം. എന്തായാലും നിങ്ങൾ പറയുകയും ചെയ്ത ഒരു ഡോക്ടറെ കൂടെ കാണിച്ച് ഒന്നും കൂടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഡോക്ടറെ ഒന്നും കൂടെ കാണിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ട് നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നതാണ്. എന്തായാലും എടുത്ത് കളയണം. അതെ, എടുത്ത് കളയണം. അത് ഭയങ്കര വലുതാട്ടോ. 2 എണ്ണം നമ്മൾ മരുന്ന് കഴിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. പ്ലാൻ ചെയ്യുന്നത് പോലെയൊക്കെ ദൈവം നടത്തട്ടെ. ദൈവം നടത്തുന്ന അത്രയും നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റൂല. ദൈവം അതുപോലെ നമ്മളെ ഓരോ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ദൈവം നടത്തുന്നുണ്ട്, അല്ലെ? അത് തന്നെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ സ്നേഹവും ആ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ ഒപ്പമുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും. ഇത്ര കാര്യങ്ങളാണ് ദൈവം നടത്തുന്നുണ്ട് ഓരോ വ്യക്തികളിലൂടെ. ദൈവം അല്ലേ പറഞ്ഞത്? അത് തന്നെ, അതൊക്കെ വലിയ ഇതാണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇനിയിപ്പം ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും വീട് അമ്മേനെ ഇനി പോണോന്ന് പറഞ്ഞാലും വിടുന്നില്ല കേട്ടോ. കാരണം ഒത്തിരി അമ്മ കഷ്ടപ്പെട്ടു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മ കഷ്ടപ്പെട്ടു. അത് നമുക്ക് നമ്മുടെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പത്തെ കഷ്ടപ്പാട് ഇതിന് മുന്നേ പാറക്കല്ല് മക്കലായി. അതന്നെ, ഇവിടേക്ക് നീ ഇരിക്കാം, അമ്മേനെ അവിടെ കാണട്ടെ. അതെ, ആ കഷ്ടപ്പെട്ട അമ്മേനെ ഒന്ന് കാണിച്ച്. അതെ, ഇങ്ങോട്ട് വാ, നീങ്ങിരി. അതെ, ഇങ്ങോട്ട് നീങ്ങി. തിരിച്ച് കാണിക്കണ്ടല്ലോ എന്നോർത്ത. അപ്പോൾ അതേ അമ്മച്ചിയും വന്നിട്ടുണ്ട്. കഷ്ടപ്പെട്ട അമ്മ. അതെ, ഇനിയും കഷ്ടപ്പെടരുത്. അത് തന്നെ ജീവിതത്തിലൊരു ഇത്രയും ജോലി ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ അപ്പൊ അമ്മ ഇപ്പൊ ജോലിക്ക് പോകുന്നത് കൊണ്ട് അമ്മയുടെ കാല് ശ്രദ്ധിക്കാനും അമ്മയുടെ ശരീരം ശ്രദ്ധിക്കാനൊന്നും അമ്മ ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ തേയ്മാനം കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ കുറച്ചുനാൾ റെസ്റ്റ് എടുക്കുക. അതന്നെ, നമ്മൾ സന്തോഷമായിട്ടിരിക്കും. ഇനി എന്തൊക്കെ വന്നാലും നമ്മൾ അടിച്ചു പൊളിച്ച് ഒറ്റ ഒരു ജീവിതമുള്ളൂ എന്നൊക്കെയാണെങ്കിലും സന്തോഷത്തോടു കൂടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്മയ്ക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിച്ച് അതിനുള്ള നടപടികളൊക്കെ ഞങ്ങൾ എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്തായാലും എനിക്ക് ജോലിയുടെ കാര്യം നോക്കണം. ഞാൻ എറണാകുളത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ട് പറയണല്ലോ കേട്ടോ. ഇങ്ങനെ നമ്മുടെ ബന്ധുക്കളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഒരിക്കലും. നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാളും സപ്പോർട്ട് ഈ പറഞ്ഞ എന്താ പറയാ, നമ്മളെ ഇന്നലെ കണ്ട നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹം. അവരെന്താണ് ചേച്ചിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറേ കേട്ടോ, അങ്ങനെ ഇങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തത്തിലുള്ളവർ പോലും നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓരോ പേരുകളും ശരിക്കും പറഞ്ഞാൽ കമന്റ് ഇടുന്ന ഓരോ പേരുകളും നമുക്കറിയാം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞിന് ഡ്രസ്സൊക്കെ മേടിച്ചതാണേലും മെറീന ചേച്ചി, ആൻസി ചേച്ചി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ആ ഒരു എന്താ പറയാ, മേടിച്ചു തരുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതല്ല, നമ്മൾ അവർ കാണിക്കുന്ന സ്നേഹം. നമ്മുടെ ബന്ധുക്കൾ പോലും നമുക്കത് ചെയ്തു തരണമെന്നില്ല, ചെയ്തു തന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളല്ലാതെ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ട്, അവർ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ അവരെ കുറച്ച് പറയുന്നൊന്നുമല്ല എങ്കിൽ പോലും ഞങ്ങൾ ചെയ്തു നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലൂടെ നമ്മൾ ഇന്നലെ കണ്ടവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലുത്. അതാണ് ഒരു സപ്പോർട്ട് അല്ലേ? അതാണ് സപ്പോർട്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്മച്ചിക്കും അമ്മച്ചി, ചാച്ചൻ, കുഞ്ഞാച്ചി, ഞാനേ, വാവ, ഞങ്ങൾ ഇത് 5 പേര് അടങ്ങുന്ന ഈ കുടുംബത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്ന കാര്യത്തിനെന്ന് പറഞ്ഞ ആരും നമ്മളൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. അത് അച്ഛൻ മരിച്ചപ്പോഴും ഉണ്ടായിട്ടില്ല, ലിജി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഉണ്ടായിട്ടില്ല, അല്ലേ? പിന്നെ ഒന്നിനും ഉണ്ടായിട്ടില്ല. വെല്ലാണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം പറയാം. വെല്ലാണ്ടി ചാച്ചിയമ്മ. ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മള് ആ ഒരാളായിട്ട് വന്ന് എന്താ വേണ്ടേ, എന്താ നിങ്ങൾ എന്താ കാര്യം, ഒരാളായിട്ട് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഒരാള് ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുമ്പോട്ടുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ കുറവുണ്ടോ, ചേച്ചിക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് നമുക്ക് കമന്റ് കാണുമ്പോൾ. ലിജിമോക്കാണെങ്കിൽ പോലും ദൈവം അത്രയും നല്ലൊരു ഫാമിലീനെ കൊടുത്തു. അതാണ് ഏറ്റവും അവൾക്ക് അവരുടെ ഒരു സപ്പോർട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അത് തന്നെ കുഞ്ഞാച്ചിനെ നോക്കുന്ന നല്ലൊരു ഫാമിലി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ സപ്പോർട്ട് ആരോഗ്യമുള്ള ഭാര്യനെ നോക്കാൻ ആർക്കും പറ്റൂല. അത് തന്നെ. അതെ, നമ്മളോടും ആ സ്നേഹം കരുതൽ അവർക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവരോടും തിരിച്ച് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മളോട് തിരിച്ചു കാണിക്കുന്നത് പോലെ തന്നെ നമ്മളും തിരിച്ചു കാണിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് കാണിച്ചത് അവർ നമുക്കത് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത്. പലരുടെ അടുത്ത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലൊക്കെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലല്ലോ ഇത്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് നമ്മുടെ ആരുടെ ഒപ്പം നമ്മൾ നിന്നിട്ടുണ്ട്, ഇന്ന് നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ ഒന്നും ആരെയൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്യുന്നില്ല. അത് തന്നെ നമുക്കിപ്പോൾ നമ്മളെല്ലാവരും വരച്ചു. നിങ്ങൾ ഇത്രയും വലിയ ഒരു സപ്പോർട്ടുള്ളപ്പം പിന്നെ വേറെ ആൾക്കാരെന്തിനല്ലേ? അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിട്ട് അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അമ്മ ഇന്ന് രാവിലെ ഇരുന്ന് കരയുമായിരുന്നു. നമ്മുടെ ഒരു ലീലാൻറ്റി വിളിച്ചപ്പോൾ ഇന്ന് അമ്മച്ചി ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ ഇരുന്ന്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം. പിന്നെന്താ, ഓരോരുത്തരോട് ദൈവം ഇടപെടുന്നതാണത് കേട്ടോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് നമുക്ക് അതെ, അരിഞ്ഞു കഴിഞ്ഞു. അല്ല, ഒരു തുണി ഇട്ടിട്ടെ നമുക്കത് കൊണ്ടേ വെക്കാം കേട്ടോ. അരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഇതേ ലിതിമോളത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്മയാണ് വലുതായിട്ട് ചാത്തിയായിരുന്നത്. അനി എന്തോ ഷോളിട്ട മൂടുമല്ലേ? കാക്കയൊക്കെ കുത്തും. കസേര മറിയരുത്. കസേര മറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കസേര ഇച്ചിരി ചേർപ്പിച്ചിടാൻ പാടില്ലായിരുന്നോ? ആ ഫ്രണ്ടിലെ സാധനം വെച്ചിട്ട് അവിടെ വെക്കുന്നേ പട്ടി കയറി നോക്കി തിന്നണ സാധനമല്ലേടി ഇത്. അപ്പോൾ തേങ്ങയൊക്കെ കൂട്ടി ഉണ്ടാക്കിയതല്ലേ? തേങ്ങയാണ് പട്ടി. പയ്യെ എൻ്റെ മാശ്രീക്ക് തന്നെ അതെടുത്ത് വെക്കണം. ഞാൻ കയറ്റിയത് എവിടെ വെച്ചപ്പോൾ അമ്മ അവിടെ നിന്ന് എടുത്ത് അപ്പുറം. അതാ ഞാൻ പറഞ്ഞത്, മാറ് ഇതിൻ്റെ താഴെ ഇറക്കി വെക്കാം. അതിങ്ങ് എടുത്തേ, വെച്ച് പോരുത്. ഇവിടെയല്ലേ വെക്കാൻ പറഞ്ഞേ? ഇച്ചിരി കൂടെ ഇനി വേണോ? മതി 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 മതി. അപ്പോൾ ഒരാളവിടെ നിന്ന് ഭയങ്കര തയ്ക്കലാണ് കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് നൈറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തയ്ച്ച് തന്നെ തയ്ക്കണം. എന്നെക്കൊണ്ട് തയ്പ്പിക്കല. ഞാൻ തയ്പ്പിച്ച് കഴിഞ്ഞാൽ മെഷീൻ കളയുമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് തയ്പ്പിക്കല. അമ്മ ഒരു മിനിറ്റമ്മേ. അപ്പോൾ ഞാൻ മെഷീൻ ചീത്തയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് അമ്മ തയ്പ്പിക്കല കേട്ടോ. അമ്മയ്ക്ക് കുറേ 2-3 നൈറ്റ് കിട്ടി. അമ്മയുടെ നൈറ്റ് കിട്ടിയതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വൈകുന്നേരമായിട്ടും രാത്രിയായ ഒരു
പ്രകൃതമായി വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് റെഡ് അലേർട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അത്രയും മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ പകലൊക്കെ. ഒരു ചെറിയ തോതിൽ മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയുടെ നൈറ്റിയൊക്കെ കാണിച്ചു തരാവേ. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ എൻഡ് ചെയ്യാം. ഇത് 2, ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. 5. 2 തയ്ച്ചുകൊണ്ട് വെച്ചു. 7 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പോൾ അതൊക്കെ തയ്ച്ച് ഭയങ്കര സന്തോഷമായി ആൾക്ക് നൈറ്റ് കിട്ടിയിട്ട്. അപ്പം അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള നൈറ്റ്. എനിക്ക് ഇതുപോലത്തെ നൈറ്റ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഒരു 3D എഫക്റ്റ് വരും ഈ നൈറ്റ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതാണ് അമ്മയ്ക്ക് കിട്ടി, ലിതുമോക്കും കിട്ടി, കുഞ്ഞാവയ്ക്കും കിട്ടി, ആദിക്കും കിട്ടി. എല്ലാവരും ഹാപ്പിയായി. നമ്മുടെ മെറീന ചേച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ആണ് നാളെ വരാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ വക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഈസ്റ്ററൊക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.